നമസ്കാരം എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു റൂമിനെ കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ വോൾ ആർട്ടിനാകും. അങ്ങനെയെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച് ഒരു വോൾ ആർട്ട് ചെയ്താലോ? ഇതിനായിട്ട് 8 ഐസ്ക്രീം സ്റ്റിക്ക്, കണ്ണാടി, പെയിന്റ്, നൂല്, കാർഡ്ബോർഡ് എന്നിവയാണ് വേണ്ടത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കാർഡ്ബോർഡും മീഡിയം വലുപ്പത്തിലുള്ള ഒരു പ്ലേറ്റും എടുക്കുക. പ്ലേറ്റ് നമ്മളിവിടെ എടുത്തിട്ടുള്ള കണ്ണാടിയേക്കാൾ വലുതായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പ്ലേറ്റ് കാർഡ്ബോർഡിന് നടുക്ക് വെച്ച ശേഷം ഇതുപോലെ വൃത്തം വരച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വൃത്തം കൃത്യമായി കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കണം. ഇനി ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് കൃത്യമായി നടുവേ മുറിച്ച് 2 ഭാഗമാക്കി എടുക്കുക. 2 അറ്റവും മുറിച്ച് നല്ല ഫിനിഷിംഗ് ലുക്കാക്കി എടുക്കണം. അതിനായിട്ട് കത്രിക ഉപയോഗിച്ച് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 8 സ്റ്റിക്കിലും ഇതേപോലെ തന്നെ ചെയ്യണം. ഇപ്പോൾ നമുക്ക് 16 സ്റ്റിക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം വെട്ടിവെച്ചിട്ടുള്ള കാർഡ്ബോർഡിന്റെ നടുക്കായിട്ട് അല്പം സ്ഥലം വിട്ട ശേഷം സ്റ്റിക്കുകൾ ഇങ്ങനെ വൃത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെയെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ നടുക്ക് ഭാഗത്തായി കണ്ണാടിയും പശ വെച്ച് ഒട്ടിച്ചു ചേർക്കാം. അടുത്തതായിട്ട് ഇഷ്ടമുള്ള നിറം എടുത്ത് ഒട്ടിച്ചു വെച്ച സ്റ്റിക്കിലും ചുറ്റുമുള്ള ഭാഗത്തുമായിട്ട് കളർ ചെയ്ത് കൊടുക്കണം. ഇവിടെ നീല നിറത്തിലുള്ള പെയിന്റ് ഉപയോഗിച്ചിട്ട് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ കളർ ചെയ്ത് കഴിഞ്ഞു. കണ്ണാടിക്ക് ചുറ്റും നമ്മൾ കളർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലങ്കരിക്കാനായിട്ട് തെർമോകോൾ ബോളുകൾ സ്റ്റിക്കിന്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഒരേ കളറുള്ള തെർമോകോൾ ബോളുകൾ എടുത്ത് സ്റ്റിക്കിന്റെ അറ്റത്തായിട്ട് ഒട്ടിച്ചു വെക്കുന്നുണ്ട്. ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നൂല് കെട്ടിയ ശേഷം ഇതുപോലെ ഭിത്തിയിൽ തൂക്കിയിടാം. എളുപ്പത്തിന് നമ്മൾ അങ്ങനെ ഐസ്ക്രീം സ്റ്റിക്ക് ഉപയോഗിച്ച വാൾ ഡെക്കർ തയ്യാറാക്കിയത് കണ്ടില്ലേ? നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്, വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളുടെ റൂമും ഇതുപോലെ ഭംഗിയാക്കാനായിട്ട് കൂടുതൽ ഇത്തരത്തിലുള്ള വാൾ ഡെക്കറുകൾ ചെയ്തെടുക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.